നമസ്കാരം. ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം തുറമുഖ തീരത്ത് ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ എത്തി. ടഗ് ബോട്ടുകൾ സാൻ ഫെർണാണ്ടോയെ ആനയിച്ച വിഴിഞ്ഞം തുറമുഖത്തേക്ക്. തുറമുഖ തീരത്തെത്തിയ മദർഷിപ്പിനെ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരണം. ചരക്ക് നിറച്ച 1960 കണ്ടെയ്നറുകളുമായാണ് മെർസ്കിന്റെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ തീരത്തടുത്തത്. ജൂലൈ 2-ന് ചൈനയിലെ സിയാമൻ തുറമുഖത്തു നിന്നും പുറപ്പെട്ട കപ്പൽ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്തെത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഷിപ്പിംഗ് കമ്പനിയായ മെസ്കിന്റെ സാൻ ഫെർണാണ്ടോയാണ് വിഴിഞ്ഞത്തേക്ക് ചരക്കുമായി എത്തിയത്. 110-ലധികം രാജ്യങ്ങളിൽ കാർഗോ സേവനങ്ങൾ നൽകുന്ന ഡാനിഷ് കമ്പനിയാണ് മെർസ്ക്. ഡേവൂ ഷിപ്പ് ബിൽഡിംഗ് കമ്പനി 2014-ൽ നിർമ്മാണം പൂർത്തിയാക്കിയ സാൻ ഫെർണാണ്ടോയ്ക്ക് 300 മീറ്റർ നീളവും 48 മീറ്റർ വീതിയുമുണ്ട്. കൂറ്റൻ മദർഷിപ്പിന് നങ്കൂരമിടാൻ ആവശ്യമായത് 10 മീറ്റർ ആഴമാണ്. 9000 കണ്ടെയ്നറുകൾ വഹിക്കുവാൻ ശേഷിയുണ്ട് സാൻ ഫെർണാണ്ടോയ്ക്ക്. എന്നാൽ 2000 കണ്ടെയ്നറുകൾ മാത്രമാണ് വിഴിഞ്ഞത്തെത്തിയത്. അതിൽ തുറമുഖത്തിറക്കുന്നത് 1960 കണ്ടെയ്നറുകൾ. കഴിഞ്ഞ മാസം 22-നാണ് സാൻ ഫെർണാണ്ടോ ഹോങ്കോങ് വിട്ടത്. ചൈനയിലെ ഷാങ്ഹായ്, സിയാമൻ തുറമുഖങ്ങൾ കടന്ന് ജൂലൈ 1-ന് ഷിയാമനിൽ നിന്നും ചരക്കുകളും കയറ്റിയാണ് സാൻ ഫെർണാണ്ടോയുടെ വരവ്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്ക് എത്തുന്ന ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ ഇതിനകം തന്നെ ചരിത്രത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. സാൻ ഫെർണാണ്ടോയുടെ വരവോടെ പതിറ്റാണ്ടുകളായി കാത്തിരുന്ന സ്വപ്നത്തിന് സാക്ഷാത്കാരമാവുകയാണ്. തുറമുഖത്തിന്റെ 800 മീറ്റർ ബെർത്തിന്റെ മധ്യഭാഗത്ത് നങ്കൂരമിടുന്ന സാൻ ഫെർണാണ്ടോ ചരക്കുകൾ ഇറക്കിയതിനു ശേഷം കൊളംബോയിലേക്ക് മടങ്ങും. കപ്പലിൽ നിന്ന് ഇറക്കിയ കണ്ടെയ്നറുകൾ മദർഷിപ്പ് മടങ്ങിയതിനു ശേഷം ചെറിയ ഫീഡർ കപ്പലുകളിൽ മറ്റ് തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, APM ടെർമിനലുകൾ, ഹാപ്പാഗ് ലോയിഡ് എന്നിവയുൾപ്പെടെയുള്ള ലോക ഭീമന്മാരുടെ കപ്പലുകളാകും സാൻ ഫെർണാണ്ടോയ്ക്ക് ശേഷം വിഴിഞ്ഞത്തേക്ക് എത്തുക. നന്ദി. ന്യൂസ്, അഡ്വർടൈസിംഗ്, ഇവന്റ്സ്, ലൈവ് ബ്രാൻഡിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, മീഡിയ പ്രൊഡക്ഷൻസ്, ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ്, ITI ജംഗ്ഷൻ, കട്ടപ്പന.